അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മക്രോണിയാണ്. അപ്പോൾ ഗൈസ് ഈ ഗെയിമിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കിച്ചൺ സെറ്റ് കുക്കിംഗ് കഫ് സിം അങ്ങനെ എന്താണ് പേര്. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും മക്രോൺ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മളെ ടൊമാറ്റോ അതായത് തക്കാളി എടുക്കാൻ പോകുന്നു ഗൈസ്. തക്കാളി എടുത്തു, സവാള എടുത്തു, പിന്നെ നമ്മൾ ക്യാപ്സിക്കൻ എടുക്കാൻ പോകണം. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ക്യാപ്സിക്കൻ എടുത്തു. നമുക്ക് സ്പൂണ് വേണം. അപ്പോൾ ഗൈസ് നമുക്കൊരു സ്പൂണ് അങ്ങനെ നമ്മളൊരു സ്പൂൺ എടുത്തു. പിന്നെ നമുക്ക് ആവശ്യമായത് പ്ലേറ്റാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇതാ ഒരു പാത്രം വന്നിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുപ്പിയിലെ ഓയിൽ മൊത്തം തീർന്ന് ഇനി നമുക്ക് എന്തായാലും ഗ്യാസ് ഓൺ ആക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ ഗ്യാസ് ഓൺ ആക്കി പിന്നെ അതായത് ഇറച്ചി ഉണ്ട പോലത്തെ ഒരു ഉണ്ട അതിലേക്ക് ഇടണം. 5 ഉണ്ട്, 5 ഇടണം. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും വേവണ വരെ നമുക്ക് വെയിറ്റ് ആക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഓഫാക്കാം. ഇനി ആ ഉണ്ട അതേമാതിരി ഇതിലേക്ക് തന്നെ മാറ്റാം. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറാം. അപ്പോൾ ഗൈസ് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ഇനി അടുത്തയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇവിടെ ഉള്ളത് വെജിറ്റബിൾ അരിയാനാണ്. ഇതാ 3 വെജിറ്റബിൾ ഉണ്ട്: സവാള, ടൊമാറ്റോ, ക്യാപ്സിക്കൻ. ഇനി എന്തായാലും നമ്മളിപ്പോൾ സവാള അരിഞ്ഞുകൊടുക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ ഒരു പ്രാവശ്യം അരിഞ്ഞ് ഗൈസ്, 2ാമത്തെ പ്രാവശ്യം അരിഞ്ഞ്, അങ്ങനെ ഇതാ 3ാമത്തെ പ്രാവശ്യം അരിഞ്ഞ്. ഇനി നമുക്ക് എന്തായാലും ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി പിന്നെ നമുക്കിത് ക്യാപ്സിക്കനാണ് അരിയാനുള്ളത്. അങ്ങനെ നമുക്ക് ക്യാപ്സിക്കൻ അരിയാം. അപ്പോൾ ഗൈസ് ഇതാ കത്തി വന്നു. നമ്മൾ ഒരു പ്രാവശ്യം അരിഞ്ഞു, 2ാമത്തെ പ്രാവശ്യം അരിഞ്ഞു, നമുക്ക് ഒരു പ്രാവശ്യം പാടെ അരിയാണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ 3ാമത്തെ പ്രാവശ്യം അരിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ടൊമാറ്റോ അതായത് തക്കാളി അരിയാൻ വേണ്ടി പോകാം നമ്മൾ. അപ്പോൾ ഗൈസ് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തക്കാളി 2 അരിഞ്ഞു ഗൈസ്. തക്കാളി 2 പ്രാവശ്യം, 3 പ്രാവശ്യം. അതും അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി. അതിന് ശേഷം ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം ഗൈസ്. ഇനി ഗൈസ് ഇവിടെ നമുക്കൊരു പാത്രം വന്നു. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുക. നേരത്തെ മാറ്റി പിന്നെ ഓയിൽ തീർന്ന് പിന്നെ അത് മക്രോണി അതിലേക്ക് മക്രോണി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിളായ സവാള ഇട്ടു, ക്യാപ്സിക്കൻ ഇട്ടു, ടൊമാറ്റോ, തക്കാളി ഇട്ടു. പിന്നെ അതെന്താ ബട്ടർ എന്താ എനിക്കറിയത്തില്ല, അതാണ് ഇടുന്നത് നമ്മളിപ്പോൾ. അങ്ങനെ എന്തായാലും അതും 3 അതും ഇട്ടു. അങ്ങനെ ഗ്യാസ് നമ്മൾ ഓണാക്കി എന്നിട്ട് സ്പൂണിട്ട് ഇളക്കുകയാണ് ഗൈസ്. ഇളക്കുമ്പോൾ ഏകദേശം അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഓഫാക്കണം. അങ്ങനെ ഗൈസ് നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഓഫാക്കുകയാണ്. ഇനി ഗൈസ് ഒരു പാത്രം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പ്ലേറ്റ് അതിലേക്ക് മക്രോണി തട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ മക്രോണി കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അടുത്തയിലേക്ക് പോവാം. ഗൈസ് നമ്മളെ മക്രോണി ഇവിടെ റെഡിയായി. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗെയിമിൻ്റെ പേര് കിച്ചൺ സെറ്റ് കുക്കിംഗ് കഫ് സിം. അപ്പോൾ ബാക്കി നാളെ.